അലൈക്കും. ഞാൻ ഷാനിബ വടകരയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞാൻ അക്യുപഞ്ചറിനെ പറ്റി പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, എനിക്ക് എപ്പോഴും അസുഖമായിരിക്കും. ഇങ്ങനെ അലർജി ആയിട്ടും ശ്വാസം മുട്ടലായിട്ടും പല അസുഖങ്ങളുണ്ടാവും. എപ്പോഴും ഇങ്ങനെ അസുഖം കൊണ്ട് കളിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ അലോപ്പതിയിൽ കാണിക്കും, അഡ്മിറ്റ് ആവും, അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തൈറോയിഡിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കുടിച്ച് വരുന്ന ആളായിരുന്നു. 8 വർഷത്തോളമായി സ്ഥിരമായിട്ട് കുടിക്കുകയാണ്. അപ്പോൾ അത് നിർത്തുമ്പോഴേക്കും അത് ഹൈ ലെവലിലെത്തി ഞാൻ ഡൗൺ ആവും. പിന്നെ എനിക്ക് എന്താ പറയുക, ശാരീരികമായിട്ട് പല അസ്വസ്ഥതകളായിരിക്കും. അപ്പോൾ അങ്ങനെ ഇനി മരിക്കും വരെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഗുളികയാണ് തൈറോയ്ഡ്. അപ്പോൾ ഞാൻ ഈ അക്യുപഞ്ചറിസ്റ്റിനെ കാണാൻ പോയി. വടകരയുള്ളൊരു സമീറ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അവരെ കാണാൻ പോയി. അവർ അന്ന് നിർത്താൻ പറഞ്ഞതാണ് ഗുളിക. ചെറിയ നീഡിൽ ഉപയോഗിച്ചിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് അതിനെ പറ്റിയൊരു ഐഡിയ ഇല്ലായിരുന്നു എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഒരു മാസം കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ റെഡി ആയിട്ടുണ്ട്, ഒന്നുമില്ല, കുഴപ്പമില്ല, നോർമൽ സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനെ കൊണ്ട് ഉപകാരം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് എനിക്ക് എപ്പോഴും ശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും ഇതിനെ കൊണ്ട് പെട്ടെന്ന് മാറിക്കിട്ടി. പിന്നെ ഇപ്പോൾ 8 മാസത്തോളമായി ഞാൻ ഒന്നും ശ്വാസം മുട്ടും ഉണ്ടാവില്ല, അലർജി വക അങ്ങനത്തെ ഒരു വക കാര്യങ്ങളും ഇല്ല. മൂത്രത്തിൽ പഴുപ്പ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിട്ട് നല്ല രീതിയിൽ ഒന്നുമില്ലാണ്ട് നല്ല ശരീരം തന്നെ നല്ലൊരു എനിക്കൊരു വെയിറ്റ്ലെസ്സായിട്ട് തോന്നുകയാണ്. അങ്ങനെ മറ്റേ എനിക്ക് കിതപ്പൊക്കെ ആയിട്ട് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ ഒരു പ്രയാസങ്ങളില്ലാണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഞാനിത് പഠിക്കാൻ ഭയങ്കര താല്പര്യമായി. പിന്നെ ഇതിന് എന്താ ഇതിൽ പ്രവർത്തനം നടക്കുന്നതെന്ന് അറിയണ്ടേ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ അലോപ്പതിയിൽ അവർ പഠിച്ചിട്ട് അതിനുള്ള റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഇവർ മരുന്ന് എഴുതുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ നമ്മൾ ഈ അക്യുപഞ്ചറിൽ ചെയ്യുന്നത് റിസൾട്ട് അവർ നോക്കുന്നേ ഇല്ല. നമ്മളെന്ത് പൾസ് പിടിച്ചിട്ടാണ് ഇവർ കാര്യം അറിയിക്കുന്നത്. എങ്ങനെയാണെന്നുള്ള രോഗം എന്താണെന്നുള്ളത് ഇവർ പൾസ് പിടിച്ച് നോക്കിയിട്ടാണ് നമ്മൾ അറിയിക്കുന്നത്. എന്നിട്ട് അത് മാറ്റി തരുന്നുണ്ട്. അപ്പോൾ അതല്ലേ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഗുളിക കുടിക്കേണ്ട, വെറുതെ ഒന്നും ചെയ്യണ്ട, ചെറിയൊരു നീഡിൽ ചെയ്തിട്ട് തന്നെ ഇവർ മാറ്റി തരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് പഠിക്കാനുള്ള താല്പര്യമായി. ഞാൻ അതിനെ ബന്ധപ്പെട്ട് കോഴിക്കോട് അക്യുഷ് അക്കാദമിയിൽ വന്ന് ചേർന്നു. അങ്ങനെ ഞാനിപ്പോൾ അൽഹംദുലില്ലാ 1 മാസത്തോളമായി ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല ക്ലാസ്സാണ് അവർ. ക്ലാസ് 100% നല്ല ക്ലാസ്സായിട്ട് തന്നെ തോന്നി. എന്താ വെച്ചാൽ ഓരോരോ ക്ലാസ് കഴിയും തോറും ഇനി അടുത്ത ക്ലാസ്സിൽ എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയായിരിക്കും. സൺഡേ ആവാൻ കാത്തിരിക്കുകയാണ്, എന്താണ് പറയുന്നത് എന്നുള്ള നല്ലൊരു പ്ലസ് പോയിൻ്റ് തന്നെ അവിടെ നിന്ന് കിട്ടി വരുന്നുള്ളത്. പിന്നെ നല്ല ടീച്ചേഴ്സും ആയിരിക്കും. നല്ലൊരു ക്ലാസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇത് പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു നല്ല മനസ്സെനിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് സമൂഹത്തിൽ എത്തിക്കണം, എല്ലാവരെയും അലോപ്പതിയിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ളൊരു മനസ്സാണ്. ഇപ്പോൾ തന്നെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എല്ലാവരെയും പ്രകോപിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് ഇതിലേക്ക്. കുറേ ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്, ചില ആൾക്കാരിങ്ങനെ തള്ളി വിടുന്നുണ്ട്, ചിലരെ സ്വീകരിക്കുന്നുണ്ട്. എന്നാലും അൽഹംദുലില്ലാ കുറേ ആൾ എൻ്റെ വാക്ക് സ്വീകരിച്ചിട്ടുണ്ട്, ഇതിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷത്തിലാണ് ഞാനുള്ളത്. അൽഹംദുലില്ലാ മരണം വരെ ഇതന്നെ തുടരാനുള്ള ഒരു ഇത് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളൊരു ഇത് ആശംസിക്കുകയാണ്. അസ്സലാമു അലൈക്കും.